ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും തന്നെ സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും ഇവിടെ സേഫായിട്ടിരിക്കുവാണ്. തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ എനിക്ക് എങ്ങനെയാണ് കിട്ടിയത്, ഞാൻ എങ്ങനെയാണ് അവർക്ക് മെയിൽ അയച്ചത്, അതിൻ്റെ ഫോർമാറ്റും പിന്നെ അവർക്ക് ഏത് മെയിലിലാണ് നമ്മൾ മെയിൽ അയക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. എല്ലാവർക്കും കിട്ടുന്ന പോലെ എങ്ങനെ എനിക്ക് ലിപ്സ്റ്റിക് അല്ല കിട്ടിയിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഐ ഷാഡോസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് എനിക്ക് ഐ ഷാഡോ കിട്ടിയതെന്നൊക്കെ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെ മെയിലിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടതെന്നൊക്കെ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നമ്മളെല്ലാവരും ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിനെ കുറിച്ച് അറിയുന്നത് എക്സ് വ്ലോഗ് വഴിയാണ്. എക്സ് വ്ലോഗിൽ ചേച്ചി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടേണ്ടതെന്ന്. അങ്ങനെ തന്നെയാണ് ആ ചേച്ചി അതേ വീഡിയോക്കകത്ത് കൊടുത്തിട്ടുള്ള അതേ ഇമെയിലിലേക്ക് help@avl.co.in എന്ന ഇമെയിലിലേക്കാണ് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇമെയിൽ ഐ ഡി ഞാൻ ഈ താഴെ കൊടുത്തേക്കാം. ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ പേര് ഡോണ മരിയ ബിജു എന്നാണ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. എനിക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ ലിപ്സ്റ്റിക്ക്. എനിക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണെന്ന് മെയിൽ അയച്ചുകൊണ്ടാണ് എനിക്ക് അവരുടെ ഐ ഷാഡോ പാലറ്റ്സ് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഐ ഷാഡോ പാലറ്റ്സ് ആണ് കൊളാബ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചതുപോലെ തന്നെ അയക്കുക. ഞാൻ ഇവിടെ അയച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തേക്കാം. ഞാൻ ഡാസ്ലറിന് മെയിൽ അയച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ ടൈപ്പ് ചെയ്തതെല്ലാം ഞാൻ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പം ഞാൻ അങ്ങനെ ഒരു മെയിൽ അയച്ചു. ഏകദേശം ഒരു 7 ദിവസത്തിന് ശേഷമാണ് എനിക്ക് തിരിച്ചൊരു മെയിൽ വരുന്നത്. ഇതേ മെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ എനിക്ക് തിരിച്ചൊരു മെയിൽ വന്നു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സ്, ഇമെയിൽ, ഫോൺ നമ്പർ, നമുക്ക് എന്താണ് ഏത് പ്രോഡക്റ്റ് ആണ് നമുക്ക് അവരുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം. ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് എല്ലാ പ്രോഡക്റ്റ്സും നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യായിരുന്നു, ഐഷാഡോ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യായിരുന്നു. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് സെലക്ട് ചെയ്യായിരുന്നു. ഞാൻ അങ്ങനെ ഐഷാഡോ സെലക്ട് ചെയ്യുകയും ഇതേപോലെ ഐഷാഡോ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഷെയ്ഡ്സൊക്കെ ഇഷ്ടമുള്ള ഷെയ്ഡ്സൊക്കെ അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്ത് അയച്ചു കൊടുത്തു. അങ്ങനെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഒക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ടോ അതിൻ്റെയൊക്കെ ലിങ്കും കൂടെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാമും ഉണ്ട്. ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്കും കൂടെ ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തപ്പം ഇത്രയും അയച്ചു വിട്ടു. അയച്ചിട്ട് ഏകദേശം ഒരു 10 ദിവസമായിട്ട് എനിക്ക് റിപ്ലൈ ഇല്ലായിരുന്നു. വേറൊരു മെയിലിൽ നിന്ന് അവരെന്നെ കോൺടാക്ട് ചെയ്തു. അതും ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മെയിൽ ഐ ഡി ഞാൻ പറയാം, marketing@dazzler.com.in എന്നാണ് ആ ഒരു മെയിൽ ഐ ഡി വരുന്നത്. ആ ഒരു മെയിലിൽ നിന്നാണ് അടുത്ത എനിക്ക് റിപ്ലൈ വരുന്നത്. അതും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യത്തെ ഗൂഗിൾ ഫോം എങ്ങനെ ഫില്ല് ചെയ്തോ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഗൂഗിൾ ഫോമും ഫില്ല് ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞും ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത മെയിൽ വരുന്നത്. ഇതേ മെയിൽ ഐ ഡിന്ന് തന്നെ marketing@dazzler.com എന്ന മെയിൽ ഐ ഡിന്ന് തന്നെയാണ് എനിക്ക് മെയിൽ വരുന്നത്. അതും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ടാണ്. അതൊരു കൺഫർമേഷൻ മെയിൽ പോലെ ആയിരുന്നേ. ആദ്യത്തെയൊക്കെ മെയിൽ ഐ ഡി ഗൂഗിൾ ഫോം എങ്ങനെയാണോ ഫില്ല് ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ അത് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു ഫോമും നേരത്തെ ഗൂഗിൾ ഫോമൊക്കെ എങ്ങനെയാണോ ഫില്ല് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ആ ഒരു ഫോമും ഫില്ല് ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞ് കുറേ നാളത്തേക്ക് എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈയും വന്നില്ല. ഒരു റിപ്ലൈയും വന്നില്ല. ഞാനപ്പോൾ ഓർത്തു എനിക്ക് ഇനി ഗിഫ്റ്റ് ഹാമ്പർ കിട്ടത്തില്ലേ. കാരണം കുറേ പേരുടെയും കമൻറ്റ് ബോക്സിൽ കുറേ പേരും ഗിഫ്റ്റ് ഹാമ്പർ കാണിക്കുന്ന വീഡിയോയ്ക്കകത്തെ കമൻറ്റ് ബോക്സിലൊക്കെ ചിലരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് മെയിൽ അയച്ചപ്പോൾ അവർ ഗിഫ്റ്റ് ഹാമ്പർ നിർത്തിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനും വിചാരിച്ചു എനിക്ക് കിട്ടത്തില്ലായിരിക്കും എന്ന്. അപ്പം കുറേ പേർക്കും കിട്ടത്തില്ല എന്നുള്ളൊരു മെയിൽ തിരിച്ചു വന്നല്ലോ ഡാസ്ലറിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പം ഞാൻ ഓർത്ത് എനിക്കും കിട്ടത്തില്ല. അങ്ങനെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡാസ്ലർ ഗിഫ്റ്റ് ഹാമ്പർ നിർത്തിയെന്ന്. എനിക്ക് റിപ്ലൈ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതുമാത്രമല്ല പലർക്കും അങ്ങനെ ഡാസ്ലർ റെസ്പോണ്ട് ചെയ്തല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഡാസ്ലറിൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജ് വന്ന് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു കൊളാബ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനത് അതിന് റിപ്ലൈ ആയിട്ട് കൺഫേം ആയി ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ ഷിപ്പ് ചെയ്തോളാൻ പറഞ്ഞ് അങ്ങോട്ട് അയച്ചു വിട്ടു. അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് മെയിൽ വന്നു, നിങ്ങളുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. അവർ ട്രാക്കിംഗ് ഐ ഡി ഉൾപ്പെടെ നമുക്ക് അയച്ചു തരും. അപ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം,
അത്രയ്ക്ക് സന്തോഷമായി. ഞാൻ വേർത്തൊലിക്കുക കേട്ടോ. ഞാൻ ഫാനൊന്നും ഇല്ലാതെയാണ് വീഡിയോ ചെയ്യുന്നത്. ഫാൻ ഇടുവാണെന്നുണ്ടെങ്കിൽ വീഡിയോക്കകത്ത് ഫാനിൻ്റെ സൗണ്ടും കൂടെ കയറും. അതുകൊണ്ട് ഞാൻ ഫാനൊന്നും ഇല്ലാതെ വീഡിയോ ചെയ്യുവാണ്. അങ്ങനെ കൺഫർമേഷൻ മെയിൽ വന്നു. പിന്നെ ഇതേപോലെ അവരെനിക്ക് ഓർഡർ പ്ലേസ്ഡ് എന്നൊക്കെ പറഞ്ഞ് അവസാനമായിട്ട് മെയിൽ അയച്ചു, ട്രാക്കിംഗ് ID ഒക്കെ തന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടുന്നത്. ഏകദേശം ഞാൻ മെയിൽ അയച്ചിട്ട് 2.5 മാസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും മെയിൽ അയക്കാൻ ആരും മടിക്കരുത്. ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കും അവർക്ക് ഗിഫ്റ്റ് ഹാമ്പർ കിട്ടുന്ന കാര്യമൊക്കെ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാത്തില്ല, അങ്ങനെയല്ലേ? അപ്പോഴത്തേക്ക് ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കും ഗിഫ്റ്റ് ഹാമ്പർ കിട്ടുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ഏതൊക്കെ മെയിൽ IDയിലാണ് ഡാസ്ലറിന് അത്രയും കൊളാബറേഷൻ റിക്വസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ഡാസ്ലർ മെയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ അവരുടെ 3 മെയിൽ ID ഞാനിവിടെ പറയാം. കൂടാതെ ഞാൻ സ്ക്രീനിലും കൂടെ കാണിക്കാം കേട്ടോ. ഈ ഒരു 3 മെയിൽ IDയിലേക്ക് നിങ്ങൾ അവർക്ക് റിക്വസ്റ്റ് അയച്ചു നോക്കുക, കൊളാബറേഷൻ റിക്വസ്റ്റ്. ഒന്ന് help@avil.co.in, രണ്ടാമത്തേത് marketing@dazzler.co.in, മൂന്നാമത്തേത് collab@dazzler.co.in. ഇത്രയും മെയിലിലേക്ക്, ഈ 3 മെയിലിലേക്ക് നിങ്ങൾ റിക്വസ്റ്റ് അയച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടുമായിരിക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെ ചെയ്യുക. കാരണം ഞാൻ അത്രയും 2.5 മാസം വെയിറ്റ് ചെയ്തിട്ടാണല്ലോ എനിക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ഇതേപോലെ വെയിറ്റ് ചെയ്യുക, നല്ല ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടായിരുന്നു ഡാസ്ലറിൻ്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വരാത്തതുകൊണ്ട്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. DTDC വഴിയാണോ കിട്ടിയത്? DTDC വഴിയല്ല, എനിക്ക് വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുമായിരുന്നു അവർ. എന്ന് വെച്ചാൽ ഡാസ്ലറിൻ്റെ ആൾക്കാർ ഇതേപോലെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഡെലിവറി ചെയ്യുമായിരുന്നു. പിന്നെ ചോദിച്ചിട്ടുള്ള എനിക്ക് ഇമെയിൽ അയച്ചപ്പോൾ ബ്ലോക്ക് എന്നാണ് കാണിക്കുന്നത് ചേച്ചി എന്നും പറഞ്ഞ് എനിക്ക് അയച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു 3 ഇമെയിൽ IDയിലേക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഓക്കെ. അപ്പം നെക്സ്റ്റ് വന്നേക്കുന്നത്, ഈ ലിങ്ക് ഗൂഗിളിൽ നിന്നല്ലേ ഫിൽ ചെയ്ത് അതോ ഇമെയിൽ ആയിട്ടാണോ? നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഫില്ല് ചെയ്യാൻ നിൽക്കാതെ തന്നെ ഡാസ്ലറിന് ആദ്യം മെയിൽ അയക്കുക. എന്നിട്ട് അവർ നമുക്ക് ഇവരെ കൊളാബറേഷൻ ഫോം അയച്ചു തരുമല്ലോ, അങ്ങനെ ഫില്ല് ചെയ്ത് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പം മെയിൽ അയച്ചിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾ ചോദ്യത്തിനൊക്കെ ക്ലാരിഫിക്കേഷൻ കൂടി ആയി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ഡാസ്ലറിൻ്റെ ഈ ഒരു കൊളാബറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എന്താണേലും സംശയം ചോദിക്കുക. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ, ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ അൺബോക്സിങ് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചും കൂടെ കൊടുക്കുക. ബൈ.